ഈ ജോയിയെ പിന്തുണയ്ക്കുന്നത് പി വി അൻവറാണ്. കാരണം പി വി അൻവർ ആദ്യം മുതലേ പറയുന്ന പേര് ആര്യടൻ ഷൗക്കത്തിൻ്റെ പേരല്ല പറയുന്നത്, ജോയിയുടെ പേരാണ് പറയുന്നത്. അവിടെ പി വി അൻവർ മനസ്സിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കുമോ പി വി അൻവർ ഈ ജോയിയുടെ പേര് പറയുന്നത്? ഒരു മുസ്ലിം മുഖം ഉയർന്നു വരണ്ട, താനിരിക്കുമ്പം തലയിരിക്കുമ്പം വാലാടണ്ട എന്ന ഒരു ചിന്ത ഒരു പക്ഷേ പി വി അൻവറിനെ മതിക്കുന്നുണ്ടാവും. സർവതാ സ്വീകാര്യമായ ഒരു മുസ്ലിം ഫെയ്സ് എന്ന നിലയിൽ ആ പ്രദേശത്ത് ഭാവിയിലും തലയുയർത്തി നിൽക്കണമെങ്കിൽ അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഒരു കൾട്ട് ഫിഗറായി, ഫാദറിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് ഒരു കൾട്ട് ഫിഗറായി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കുത്തക മണ്ഡലമായി മാറും. വി സി ജോയിയുടെ ക്രെഡൻഷ്യൽസ് മറ്റൊന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്വീകാര്യനാണ്, പക്ഷേ സാമുദായിക സമവാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യൻ ഫേസ് എന്ന നിലയിൽ പിന്നെ ജോയിയുടെ സാധ്യത വ്യത്യസ്തമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. ആദ്യ കണക്കുകൂട്ടലനുസരിച്ച് തൻ്റെ ശക്തി തെളിയിക്കണം, താനാണ് വിജയിപ്പിച്ചെടുത്തത് എന്ന് പറയാൻ കഴിയണം. പ്രിയങ്ക ഗാന്ധി വിജയിപ്പിച്ചെടുത്തത് പി വി അൻവർ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം, അത് വയനാട് മണ്ഡലത്തിലെ ഭാഗമാണ് അല്ലേ. വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് ഒക്കെ മലപ്പുറം ജില്ലയിലെ വയനാട് മണ്ഡലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സെഗ്മെൻറ്റ്സ് ആണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയുണ്ട്, പിന്നീട് വയനാട് ജില്ലയിലെ തന്നെ 3 മണ്ഡലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്തിന് മുസ്ലിം ലീഗിൻ്റെ ഒരു ചിന്ത എന്താണ്? പരമാവധി പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒരു തോൽവി ഉണ്ടാകരുത്, കൊണ്ട് പരമാവധി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്രാവശ്യം യാതൊരു പടലപ്പിണക്കവും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ടാവില്ല. മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത്, ഞങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ മതി, ജയിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു